നരകമാക്കുന്നതാര്? ആമയിഴഞ്ചാൻ തോട് വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരും കോർപ്പറേഷനുമാണെന്നാണ് ബിജെപിയുടെ ആരോപണം. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ടോ അവിടെ? സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. നിലവിൽ ജലപീരങ്കി പലതവണ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചുവെങ്കിൽ പോലും തന്നെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. നിരവധി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ മതിൽ ചാടിക്കടന്ന് കോർപ്പറേഷൻ പരിസരത്തേക്ക് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ വലിയ പ്രയാസപ്പെട്ട് തന്നെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. അതിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. കൗൺസിലർമാരും മൊത്തം ഒപ്പം തന്നെ പ്രവർത്തകരുടെ ഒരു വലിയ നിരയാണ് ഇന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് നടത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് കോർപ്പറേഷൻ പരിസരം ഇപ്പോൾ സംഘർഷഭരിതമാകുന്നത്. നിലവിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ബിജെപി ജില്ലാധ്യക്ഷൻ വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച് ഇവിടേക്ക് കടന്നു വന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി എത്തിയ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചതിന് ശേഷം രൂക്ഷമായ വിമർശനം അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെയും ഒപ്പം തന്നെ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥിതിക്കുകയും ഉന്നയിച്ചു. അതായത് ജോയിയുടെ ഭാഗത്തുനിന്ന് ജോയിയുടെ മരണത്തിന് ഉത്തരവാദിയായത് കാരണക്കാരൻ അത് പിണറായി സർക്കാരാണ്. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ അനാസ്ഥയുണ്ട്, മാലിന്യം നീക്കം ചെയ്യാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ വലിയ രീതിയിൽ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ പ്രതിരോധം തീർക്കുകയും ചെയ്തു പോലീസ്. എങ്കിൽ പോലും തന്നെ പ്രവർത്തകർ അതെല്ലാം വകവെക്കാതെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം കോർപ്പറേഷന്റെ കോമ്പൗണ്ട് പരിസരം ചെറിയ മതിലുകളാണ്. അത് ചാടിക്കടന്ന് അനായാസം പ്രവർത്തകർക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ ഇവരെ ഒന്നും തന്നെ തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ്. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതൊഴിച്ചാൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകാറുള്ളതാണ്. ജലപീരങ്കിക്ക് പുറമെ ഇത്തരത്തിൽ തണ്ണീർവാതകവും അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് രാത്രികാലം നടക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകാറുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി തവണ എപ്പോഴും തന്നെ ഇപ്പോഴും കാണുന്ന പോലെ തന്നെ വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ, 100-ന് മുകളിൽ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ സംഭരിച്ചു നിൽക്കുന്നുണ്ട്. കൗൺസിലർമാർ അടക്കമുള്ളവരുണ്ട്. കൗൺസിലർമാർ പലരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും അകത്തേക്ക് പോലീസുകാരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പുറത്തിപ്പോഴും പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് തന്നെയുണ്ട്. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ബിജെപിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്ന നേരത്തെ കത്തുപദവുമായി ബന്ധപ്പെട്ടായിരുന്നു കോർപ്പറേഷൻ സംഘർഷഭരിതമായതെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ കോർപ്പറേഷൻ പരിസരം സംഘർഷ മുഖരിതമാകുന്നു. യാതൊരുവിധ അയവും ഈ ഒരു പ്രതിഷേധത്തിന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമാണ്. അതിൽ സ്ത്രീകളുണ്ട്, ഒപ്പം തന്നെ
ഹരിത പ്രവർത്തകരുണ്ട്, മറ്റ് പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ട്. അവരെല്ലാം തന്നെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബിജെപിയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മാർച്ചുമായി മുന്നോട്ട് പോവുക, പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തകർ എത്തിയിരുന്നതും. ഇപ്പോൾ ഈ ബാരിക്കേഡിൽ നിന്ന് പ്രവർത്തകർ തിരികെ MG റോഡിലേക്ക് മടങ്ങുകയാണ്. മുദ്രാവാക്യം വിളിയുമായി ഇപ്പോൾ പ്രവർത്തകർ തിരിച്ച് പോവുകയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ സന്തുഷ്ടാവസ്ഥയ്ക്ക് ചെറിയ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഒരുപക്ഷെ മറുവശത്ത് കൂടി, അതായത് ഈ കോർപ്പറേഷൻ പരിസരത്ത് കോർപ്പറേഷൻ കോമ്പൗണ്ടിന് 4 ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകളിൽ പല വഴിയും ഈ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ പോലീസിന്റെ വലിയ നിരയുണ്ട്, വലിയ സന്നാഹമുണ്ട്. എങ്കിൽ പോലും തന്നെ അവർ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും എപ്പോഴും പ്രവർത്തകർ MG റോഡിലേക്ക് നടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ബാക്ക് ഗേറ്റിലൂടെ വന്ന് അകത്തേക്ക് പ്രവേശിക്കാനാണ് എന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ടായാലും വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. രജിത്ത്, അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. അതിപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയ പ്രതിഷേധമുണ്ട്, പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ആ തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ ഈ വലിയ പ്രതിഷേധത്തിന് ശേഷം അവിടെ ഇപ്പോഴും പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാം. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുന് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം, അതായത് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും പ്രതിഷേധം മറ്റു പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണോ? ഇതിപ്പോൾ MG റോഡിലേക്ക് ഈ പ്രവർത്തകർ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ കുത്തിയിരുന്ന LMS ജംഗ്ഷനുള്ള ജംഗ്ഷനിൽ അവിടെ കുത്തിയിരുന്നപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ബാരിക്കേഡിന് അവിടെ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡിലേക്ക് വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ ഈ ഒരു സംഘർഷത്തിന് അയവ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തിരിഞ്ഞു പോകാൻ ഒരു തരത്തിലും പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസിനെ അവിടേക്ക് പോകും. അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകരെ ഇപ്പോൾ കൗൺസിലർമാരെ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. 5ഓളം വനിതാ പ്രവർത്തകരെയും അതിൽ 2 കൗൺസിലർമാരുണ്ട്. ഒപ്പം തന്നെ 10ഓളം വരുന്ന മറ്റു പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. അതിലും കൗൺസിലർമാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 15 പേരെ ഇതിനോടകം തന്നെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ച 15 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. മറ്റു പ്രവർത്തകരാണ് ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇപ്പോഴും വലിയ പ്രതിഷേധവുമായി നിൽക്കുന്നത്. എന്തായാലും സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുയരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അവർക്ക് വീട് വെച്ച് നൽകാനുള്ള അനുമതി സർക്കാരിനോട് തേടിയിട്ടുണ്ട്. കൂടാതെ ഈ 10 ലക്ഷം ധനസഹായം സർക്കാർ നൽകുന്നതിന് പുറമെ കോർപ്പറേഷനും 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്നുള്ള ഒരു കാര്യം മേയർ ആര്യചന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ മാലിന്യ നീക്കത്തിനെതിരെ ജൂനിയർ മരണം ഉൾപ്പെടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നിരവധി തവണ കൗൺസിൽ വിളിച്ച് യോഗം ചേർന്നുകൊണ്ട്
ഇതിലൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാണണം എന്നുള്ള നിർദ്ദേശം പലതവണ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിന് മേയർ തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. കാരണം സാധാരണഗതിയിൽ കൗൺസിൽ വിളിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ രാവിലെ മുതൽ, അതായത് ഇത്രയും വലിയ നിർണായകമായ ഒരു പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കൗൺസിൽ ചേരണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് മേയർ തയ്യാറാകുന്നില്ല. അതിന് പകരം വൈകിട്ട് 4:00-ക്ക് ശേഷം ഈ ഒരു കൗൺസിൽ യോഗം വിളിക്കുകയും ചെയ്യും. ആകെ അരമണിക്കൂർ മാത്രമാണ് ഈ ഒരു ഇത്രയും നിർണായകമായ യോഗത്തിൽ ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സമയം അനുവദിക്കുന്നത്. അതിനുശേഷം കൗൺസിൽ പിരിയേണ്ടതായിട്ടുണ്ട്. 6 മണിക്ക് ശേഷം കൗൺസിൽ ചേരാൻ സാധിക്കില്ല. അത് നിയമപരമായി കോർപ്പറേഷന്റെ നിയമത്തിനനുസരിച്ച് 6 മണിക്ക് ശേഷം കൗൺസിൽ ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് 10 മണിക്കൂറോടുകൂടി എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിളിച്ചു നിർത്തി ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ മേയർ മുന്നോട്ട് വരുത്തില്ല, അതിനൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും BJP കൗൺസിലർമാരും BJPയുടെ നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ടായും. നിലവിൽ ഈ വിഷയത്തിൽ കൂടുതൽ നിലപാടുകൾ കടുപ്പിക്കുകയാണ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. നിലവിലിപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതിശക്തമായ മഴ നഗരപ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ പരിസരത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ ഇതൊന്നും വകവെക്കാതെ പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് MG റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങളൊക്കെ നമുക്ക് അറിയാം, KSRTC ബസ്സുകളൊക്കെ സമീപത്ത് നിർത്തിയിട്ടേക്കുന്ന കാണാം. ആ വാഹനങ്ങളൊന്നും കടത്തിവിടാതെ വലിയ പ്രതിഷേധവുമായി ഇപ്പോഴും BJP പ്രവർത്തകർ രംഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആമയിഴഞ്ചാൻ തോട് വിഷയം അത് BJP വലിയൊരു സമരമുഖം തുറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം തേടി ഉള്ള നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നു. മുഖ്യമന്ത്രിയുടെ യോഗം മറ്റൊരു തരത്തിൽ പുരോഗമിക്കുന്നുണ്ട്. BJP ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് തള്ളിക്കയറിയ പശ്ചാത്തലമുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർമാരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പോലീസുകാരുമായി തട്ടിക്കയറിയുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം കാണാം. ഏതായാലും തലസ്ഥാനം ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയത്തിൽ പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ് BJP, മുഖ്യ പ്രതിപക്ഷമായ BJP എന്നിവിടെ മനസ്സിലാക്കാൻ. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗം തുടരുകയാണ്. ടണൽ ശുചീകരണം അടക്കം യോഗം വിലയിരുത്തുന്നുണ്ട്. മന്ത്രിമാരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിൽ പങ്കെടുക്കുന്നു. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഒരുപാട് യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച ഒരു യോഗമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആരൊക്കെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്? രജിത്ത്, റെയിൽവേയുടെ ഭാഗത്തെ ആ ടണലിൽ നിന്നുള്ള മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചത്. അവിടെ ആ ടണലിൽ നിരന്തരം മാലിന്യം അടിഞ്ഞുകൂടുകയും അതുവഴിയുള്ള ജലത്തിന്റെ ഒഴുക്ക് സുഗമമാകാതെ വരികയും ചെയ്തതാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്ഥിരമായി ഏതെങ്കിലും സമയത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ മാലിന്യം നീക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് സ്ഥിരമായി അതുവഴിയുള്ള ജലത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികളാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി അതിനാണ് യോഗം വിളിച്ചത്. ആ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തദ്ദേശ മന്ത്രി MB രാജേഷ്, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാൻ, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, തലസ്ഥാന മേയർ ആര്യ രാജേന്ദ്രൻ, റെയിൽവേയുടെ DRM അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ശാശ്വതമായൊരു പരിഹാരം ആ ടണലിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ, തടയാതെ മുന്നോട്ട് പോകാൻ, അവിടുത്തെ ഇപ്പോഴത്തെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളാകും പ്രധാനമായും ആ യോഗം ചർച്ചയാകും. അല്പസമയം മുമ്പ് വിളിക്കുമ്പോഴും യോഗം തുടരുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും, നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. 2015 തന്നെ സർക്കാർ അവിടുത്തെ ഈ ടണൽ പൊളിച്ചു പണിയണം, അവിടുത്തെ ഇപ്പോഴത്തെ തടസ്സങ്ങൾ നീക്കണമെന്നൊരു ആവശ്യം റെയിൽവേക്ക് മുമ്പാകെ വച്ചിരുന്നതാണ്. ഗതാഗതം മുടങ്ങുന്നു അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റെയിൽവേ അന്ന് ആ ആവശ്യം നടപ്പാക്കിയില്ല. ഇപ്പോൾ വീണ്ടും സർക്കാർ ഒരുപക്ഷെ അത് ആവശ്യപ്പെട്ടേക്കാം. അത്തരം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അല്പസമയത്തിനകം യോഗം അവസാനിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമയിഴഞ്ചാൻ തോട് വിഷയത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ എല്ലാം വെള്ളക്കെട്ടിലാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ
ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മൊഗ്രാൽ, അതുപോലെ തന്നെ മധുവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലും മണ്ണിടിച്ചൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും അതുപോലെ തന്നെ ശക്തമായി വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അതായത് മരങ്ങൾ കടപുഴകി വീടിന് മുകളിൽ വീണും മറ്റുമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഏതായാലും ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. അതേസമയം പലരും ബന്ധു വീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഉയർന്ന തിരമാല സാധ്യതയാണ് ഈ പ്രദേശങ്ങളിൽ പ്രവചനം. മാത്രമല്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കോട്ടിക്കുളം, കടപ്പുറമൊക്കെ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്ത പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിരവധി വീടുകൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലകളിലുള്ളവർക്കാണ് പ്രധാനമായും ഈ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിലെ വൈദ്യുതി ബന്ധം ഇപ്പോഴും താറുമാറായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളും ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എന്തായാലും അടിയന്തിരമായി ഇത്തരത്തിലുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം നാളെയും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തമായി വീശി കാറ്റിന് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും മംഗളൂരുവിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥ തന്നെയാണ്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം മംഗളൂരുവിലും നൽകിയിട്ടുണ്ട്. ശക്തമായി കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശങ്ങളിലും നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വടക്കൻ കേരളത്തിലും കാണാൻ സാധിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നു. നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടില്ല. ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് ശക്തമാണ്. ജില്ലയിൽ 71 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടില്ല. ഡാനി പോളിന്റെ റിപ്പോർട്ട്. എറണാകുളം ജില്ലയിൽ മഴ ഇടയ്ക്കുള്ള ഒരു ഇടവേളകൾ കാര്യമായ രീതിയിൽ തന്നെ വരുന്നതുകൊണ്ട് ഒരു രൂക്ഷമായ വെള്ളക്കെട്ടിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല. പക്ഷേ മഴ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഴക്കെടുതികൾക്ക് അതുകൊണ്ട് യാതൊരു കുറവുമില്ല എന്ന് പറയേണ്ടി വരുന്നു. പലയിടത്തും തന്നെയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, മണ്ണിടിച്ച് ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആലുവയിലാണുള്ളത്. ആലുവ ക്ഷേത്ര പരിസരത്താണ്, പെരിയാറിൻ്റെ തീരമാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നേക്ക് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ നീരൊഴുക്കിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെ, അതായത് ഈ ജലനിരപ്പിൽ ജലവിധാനത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേത്ര പരിസരം പൂർണ്ണമായും തന്നെ മുങ്ങുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ചധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ട്. എങ്കിൽ കൂടിയും പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരികയാണെങ്കിൽ സാധാരണ ഈ കർക്കിടക ബാഹുബലിക്ക് വലിയ രീതിയിൽ ഇവിടെ ബലിതർപ്പണത്തിനുള്ള തറകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തീരത്തുനിന്ന് മാറിയപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ ഭാഗത്ത് കണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.
മറ്റ് പെരിയാറിൻ്റെ ഏലൂർ മേഖലകളിലേക്ക് അടക്കം വരുമ്പോൾ അതിൻ്റെ തീരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏലൂർ അടക്കമുള്ള ചില ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം മാറിയിട്ടില്ല. പ്രധാനമായും നീരൊഴുക്കിന് കാരണം കിഴക്കൻ മേഖലകളിലെ മഴയും അതോടൊപ്പം തന്നെ ഭൂതത്താൻ അണക്കെട്ട്, ഇടമലയാർ അണക്കെട്ട് തുടങ്ങിയവയുടെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിവെച്ച ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നീരൊഴുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരുന്നു. കുറ്റിക്കാട്ടുകര ഗവൺമെൻറ് സ്കൂളിൽ തുടങ്ങിയിരുന്ന 54 പേര് ആ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്കും അതോടൊപ്പം തന്നെ പലയിടത്തും വെള്ളം ഇറങ്ങിയത് മൂലം ക്യാമ്പ് ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ജില്ലയിൽ 71 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. ഇവിടെ പള്ളിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം നിലവിലത്തെ ഒരു സാഹചര്യം മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കടലാക്രമണ ഭീഷണിയുള്ള തീരദേശ മേഖലകളിൽ കടൽ ഉയരാനുള്ളൊരു സാധ്യത, തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിനകത്ത് ഇതുവരെയും വെള്ളക്കെട്ട് കാര്യമായ രീതിയിലേക്ക് ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് സംസ്ഥാന പാതയോരത്ത് കുന്നിടിച്ചിൽ. ഇടവണ്ണ കൊയിലാണ്ടി പാതയിൽ കാരശ്ശേരിയിൽ പെട്രോൾ പമ്പിനായി എടുത്ത കുന്നാണ് ഇടിഞ്ഞത്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്ട് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജല അതോറിറ്റിയുടെ ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിയായ വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞു. സമീപത്തെ ചെറുതോടുകളിൽ വെള്ളം പൊങ്ങി, വീടുകളിൽ വെള്ളം കയറി. ജാതിയേരി ചെറുമോത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് കനത്ത കാറ്റും മഴയുമുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു. ശക്തമായ മഴയിൽ കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. ഗവൺമെന്റ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്തെ കക്കുഴി പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നു വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടം. വീട് തകരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാണുവിന്റെ മകൻ ബഹളം വെക്കുകയും വീട്ടുകാരോട് ഇറങ്ങി ഓടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞു വീണു. മസ്ജിദിന്റെ മതിലാണ് ഇടിഞ്ഞത്. വഴിയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാഹനങ്ങൾ വരാതിരുന്നതും അപകടം ഒഴിവാക്കി. മണ്ണിടിച്ചിലുണ്ടായി. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ്. കൂട്ടിലങ്ങാടി കാടാമ്പുഴ റോഡിൽ പഴമള്ളൂരിലാണ് റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. യാത്രക്കാരൻ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സി വി അനുമോദുണ്ട്. അനുമോദ്, മലപ്പുറത്ത് കാര്യമായ മഴക്കെടുതികളുണ്ടോ? രഞ്ജിത്ത്, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരങ്ങൾ കൊമ്പ് പൊട്ടി ഒഴിച്ച് വീഴുന്നതുമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴമള്ളൂർ പടപ്പറമ്പ് ഭാഗത്ത് റോട്ടിലേക്കാണ് ഒരു മലയുടെ ഒരു കുന്നിന്റെ ചെറിയൊരു ഭാഗം ഇടിഞ്ഞു വീണത് മണ്ണിടിച്ചിലുണ്ടായത്. ഭാഗ്യം കൊണ്ടാണ് അതുവഴി പോയ ഒരു ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. അയാൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. ബൈക്കിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു.
അതുപോലെ തന്നെ ആ ഒരു മേഖലയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 2 ദിവസം എടുത്തേക്കും ആ മണ്ണ് നീക്കി ആ വഴി ഗതാഗത യോഗ്യമാക്കുവാൻ. അതേപോലെ തന്നെ കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ നാടുകാണി പാതയിലും ഒരു മരം പൊട്ടി വീട് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടവണ്ണപ്പാറയിലും സമാനമായ രീതിയിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടവണ്ണയിൽ ഒരു വീടിന്റെ മുകളിലേക്ക് മരത്തിന്റെ ശാഖകൾ വീണ് വലിയ അപകടം ഒഴിവായി. അവിടെ ആള് താമസം ഉണ്ടായിരുന്നില്ല, അതൊന്ന് വലിയ ഒരു അപകടം ഒഴിവായി. അത്തരത്തിൽ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴ എവിടെയും പെയ്യുന്നില്ല, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ ഈ ഒരു കടലേറ്റം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നിലവിൽ ജില്ലയിലെ ഒരു അവസ്ഥ. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കോതമംഗലത്ത് പോയിൻകുട്ടി പുഴയിലൂടെ കാട്ടാന ഒഴുകി. പുഴയിലൂടെ ഒഴുകി വന്ന ആനയെ ബ്ലാവനക്കടവിൽ വെച്ചാണ് ആളുകൾ കാണുന്നത്. ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് ആന ഒഴുകിയെത്തുക. ഇവിടെ ഷട്ടറുകൾ തുറന്നിട്ടതിനാൽ ആനയ്ക്ക് തങ്ങാൻ കഴിയില്ല. ആനയെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ്. ഇടുക്കിയിൽ ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ് തടഞ്ഞ പോലീസ്. ഡ്രൈവർക്ക് താക്കീത് നൽകി. മേഖലയിൽ കർശന ജാഗ്രത പുലർത്താനും ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിലും മഴയിലും കൊട്ടാരക്കരയിൽ 9 വീടുകൾ പൂർണ്ണമായും നശിച്ചു. കുളക്കട, കലയപുരം പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും നിരോധിച്ചു. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ഓറഞ്ച് അലേർട്ടാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷംന വിവരങ്ങൾ. രഞ്ജിത്ത്, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 8 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. കാറ്റ് മണിക്കൂറിൽ 50-55 കിലോമീറ്റർ ഉയരത്തിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ജൂലൈ 22 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ തുടരും. ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന. കോഴിക്കോട് കൊയിലാണ്ടി കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. മലയുടെ ഇരുഭാഗത്തുമുള്ള 50ഓളം കുടുംബങ്ങളാണ് അപകട ഭീതിയിലുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നുപോകുന്ന സ്ഥലമാണ് ഇത്. കുന്നിയോറ മലയെ നെടുകെ പിളർന്നാണ് നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്നത്. നിർമ്മാണ പ്രവൃത്തിക്കിടെ പലതവണ കുന്നിടിച്ചിലുണ്ടായി. ജില്ലാ കളക്ടർ ഇടപെട്ട് ദേശീയപാത അധികൃതരോട് പ്രവൃത്തി നിർത്തിവെക്കാനും ഉന്നത സംഘത്തെ പഠനത്തിനായും നിയോഗിക്കുകയും ചെയ്തു. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചപ്പോഴും ഉയർന്ന ഭാഗങ്ങളിലെ മണ്ണിടിയാൻ തുടങ്ങി. ഭയങ്കര മണ്ണിടിഞ്ഞ് ഇതാകുന്നതിനെ കൊണ്ട് ഉറങ്ങലൊന്നുമില്ല. രാത്രി പേടിയാണ്. ഇവിടെ ഇരുടാണ്. മണ്ണിടിച്ചല്ലോലോട് എത്ര പറഞ്ഞിട്ട് മണ്ണ് എടുക്കാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വെള്ളം റോഡുമില്ല, വെള്ളമൊക്കെ ഇങ്ങോട്ട് ഞങ്ങളെ പറമ്പിൽ കൂടി മുറ്റത്ത് ചെയ്യാൻ വരെ പറ്റുന്നില്ല. സ്കൂൾ പോകാനും എല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടാണ്. മണ്ണിങ്ങനെ ദിവസം ഇടിഞ്ഞുകൊണ്ട് രാത്രി കാലങ്ങളും പകലും ഞങ്ങളെ എവിടെയും പോകാണ്ട് ഇങ്ങനെ ഇരിക്കുക പേടിച്ചിട്ടല്ലേ. 50ലധികം കുടുംബങ്ങളാണ് കുന്നിനോട് ചേർന്ന് താമസിച്ചു വരുന്നത്. മണ്ണിടിച്ചിലിന്റെ ഭാഗമായി വീടുകൾ പലതും അപകട ഭീഷണിയിലാണ്. സോയിൽ പൈലിംഗ് നടത്തിയപ്പോൾ ചില വീടുകളിൽ ചുമരുകൾക്ക് വിള്ളലുണ്ടായി. കുഴൽക്കിണറുകൾ തകർന്നു. ദേശീയപാതയ്ക്ക് ഇവിടെ സർവീസ് റോഡ് നിലവിൽ ഇല്ല.
റോഡ് ഞങ്ങൾക്ക് തന്നിക്ക്, പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഇടിച്ചിൽ കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു പിന്നെ ഒരു 11 മീറ്റർ കമ്പി കയറ്റിയിട്ട് വീടിനൊക്കെ വിള്ളലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടി അവിടെ നിൽക്കാൻ. അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഒരു നടന്നു പോകാൻ പോലും ഉപകാരമില്ലാത്തൊരു റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു ആംബുലൻസ് ഒരു രോഗികളെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം എന്നുള്ള ലെവലിൽ ഒരു ആംബുലൻസ് വരാനുള്ള ഒരു ഇത് തരണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു തന്നത് നടന്നു പോകാനും പോലും പറ്റാത്തൊരു റോഡാണ് ഞങ്ങൾക്ക് തന്നത്. ഇങ്ങനെ ഒരു ദുരിതം ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ മക്കളെയും കൊണ്ട് എങ്ങനെയോ ആണ് ഇവിടെ നിൽക്കുന്നത്. ദേശീയപാതയ്ക്ക് മാത്രമാണ് ഇവിടെ റോഡ് അക്വയർ ചെയ്തത്. കുന്നിയോറമലയെ കീറിമുറിച്ചതിലെ അപാകതയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. താമസക്കാർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊയിലാണ്ടി. മലപ്പുറം ജില്ലയിലെ മലമ്പനി സ്ഥിരീകരണം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഇല്ലെന്ന് കളക്ടർ VR വിനോദ് ആരംഭഘട്ടത്തിൽ തന്നെ ഇത് കണ്ടെത്തി 300-ലധികം പേരിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. ജില്ലയിൽ മലമ്പനി സ്ഥിരീകരിച്ചതോടെ വലിയ ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പ്. പൊന്നാനി കേന്ദ്രീകരിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ നടക്കുന്നത്. പൊന്നാനിയിൽ 3 പേർക്ക് ഇതിനോടകം തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ 300-ലധികം പേരുടെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെയെല്ലാം പരിശോധന ഫലം വരേണ്ടതുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. നല്ല ചികിത്സ കൊടുക്കുക, ഇതുപോലെ സസ്പെക്റ്റഡായ ഏരിയയിൽ കൂടുതൽ പരിശോധന നടത്തുക, സാമ്പിൾ എടുക്കുക, തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയുടെ 1-2 ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചത് ആശങ്കയുള്ള കാര്യം തന്നെയാണ്. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം കുടിക്കുക. കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ്, മറ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളവും സോഴ്സിലെ വെള്ളവും കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ധാരണ ഇവിടെ ഇരിക്കും. തന്നെ അപ്രോച്ച് ചെയ്യുക. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾക്കിടയിലുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പരിശോധനകളില്ലാതെയാണ് പലപ്പോഴും ജോലിയിൽ പ്രവേശിക്കുന്നതും ആളുകളുമായി ഇടപഴകുന്നതും. പലരും പനിയുണ്ടെങ്കിൽ പോലും പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല. പലരും പനിക്കുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം പരിശോധനയ്ക്ക് വരുന്നതിനാൽ ഈ രോഗബാധ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ രോഗബാധ തിരിച്ചറിയാതെ അവർ ഈ രോഗവാഹകരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുവാനും മറ്റിടങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനവും കൊതുകുകളെ നിർമ്മാർജ്ജനവും ഒക്കെ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളാണ് എന്താണെങ്കിലും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും കൈക്കൊണ്ടിരിക്കുന്നത്. മലമ്പനി ആശങ്ക നൽകുന്ന സാഹചര്യമല്ല, പക്ഷേ അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ ഊർജിതമായി കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നീറ്റ് UGC പരീക്ഷയിൽ ക്രമക്കേടുകൾ വ്യാപകമായി നടന്നുവെന്ന് തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാൻ സാധിക്കൂവെന്ന് ചീഫ് ജസ്റ്റിസ്. വ്യാപക ക്രമക്കേട് നടക്കുകയോ ഏതെങ്കിലും മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വലിയ മാർക്ക് ലഭിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് IIT മദ്രാസിന്റെ റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പ്രായോഗികമല്ലെന്ന് പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടവർ വാദിച്ചു. പുനഃപരീക്ഷ വേണ്ട നിലപാട് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീംകോടതിയിൽ ആവർത്തിച്ചു. കേസിൽ 3 ഡോക്ടർമാരെ CBI കസ്റ്റഡിയിലെടുത്തു. പാറ്റ്ന എയിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയാണ് പിടികൂടിയത്. VR കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, ഈ പരീക്ഷ റദ്ദാക്കണം പൂർണ്ണമായും എന്നായിരുന്നല്ലോ ഈ ഹർജിക്കാരുടെ ആവശ്യം. കോടതി സ്വീകരിച്ച നിലപാട് അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, കോടതിയിൽ വാദപ്രതിവാദം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും കേസിൽ വാദം തുടരും. രാവിലെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ ആദ്യം ഈ കേസ് എടുക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. നിരവധി വിദ്യാർത്ഥികൾ ഇതിന്റെ ഉത്തരവ് എന്താണെന്നറിയാൻ കാത്തിരിക്കുന്നു. അതിനാൽ ഈ കേസ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുകയാണ് എന്ന ആമുഖത്തോടെയാണ് ചീഫ് ജസ്റ്റിസ് ഇന്ന് കേസ് പരിഗണിച്ചത്. പക്ഷേ തുടർന്ന് അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. പ്രധാനമായും ഈ നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്
എന്നതായിരുന്നു സുപ്രീം കോടതി ആദ്യഘട്ടം മുതൽ ചോദിച്ചത്. ഇത് പരിശോധിക്കാനായി IIT മദ്രാസിന്റെ നേരത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. IIT മദ്രാസ് ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദപ്രതിവാദങ്ങളാണ് പ്രധാനമായും നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വ്യാപകമായ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കുകയാണ് IIT മദ്രാസ് റിപ്പോർട്ടിലൂടെ ചെയ്തത്. പ്രധാനമായും അവർ ഉന്നയിച്ച വാദങ്ങൾ ഇത്തരത്തിൽ ആദ്യ 100 റാങ്കുകാരിൽ 18 സംസ്ഥാനങ്ങളിലെ 95 നഗരങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രമക്കേട് വ്യാപകമല്ല, ഏതെങ്കിലും മേഖലയിലുള്ളവർക്ക് കൂടുതൽ മാർക്ക് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല എന്ന റിപ്പോർട്ടാണ് IIT മദ്രാസ് നൽകിയത്. പക്ഷേ പരീക്ഷ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടവരുടെ അഭിഭാഷകർ ഇതിനെ ശക്തമായി ഖണ്ഡിച്ചു. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ ഇത്തരത്തിൽ 23 ലക്ഷം പേരുടെ ഡേറ്റ അനലിറ്റിക്സിലൂടെ അവരുടെ പരീക്ഷാഫലത്തിൽ ക്രമക്കേടുണ്ടോ എന്ന് കണ്ടെത്തുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ സാധിക്കില്ല. ആദ്യ 100 പേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നത് ശരിയല്ല. IIT മദ്രാസിന്റെ റിപ്പോർട്ട് കള്ളമാണ് എന്നുവരെ ഒരു അഭിഭാഷകൻ പറഞ്ഞു വെച്ചു. പക്ഷേ ചീഫ് ജസ്റ്റിസ് അതിനെതിരെ ശക്തമായ താക്കീത് നൽകി. ഇത്തരത്തിൽ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയിൽ നടത്തരുത് എന്നായിരുന്നു താക്കീത്. ഏതായാലും ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ തുടരുന്നത്. NTA-യും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും പരീക്ഷ റദ്ദാക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBI-യുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതി മുമ്പാകെ ഉണ്ട്. CBI ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി, 13 പേരെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് 4 പേരെ കൂടി CBI ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ പട്ന എയിംസിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ 3ാം വർഷത്തിൽ പഠിക്കുന്നവരും ഒരാൾ 2ാം വർഷ വിദ്യാർത്ഥിയുമാണ്. ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ബീഹാറിൽ നിന്ന് ഈ കേസിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യ കണ്ണി എന്ന് സംശയിക്കുന്ന രഞ്ജനയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരിലേക്ക് എത്തിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് പിടിയിലായ വിദ്യാർത്ഥികളുടെ റൂമുകൾ സീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ലാപ്ടോപ്പുകൾ CBI പിടിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ ഫോണും അടക്കം CBI-യുടെ കസ്റ്റഡിയിലാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വാദങ്ങളിൽ CBI അഭിഭാഷകൻ എന്ത് വ്യക്തതയാണ് കോടതിയിൽ വരുത്തുക എന്നത് നിർണായകമാകും. ഏതായാലും ഇന്നോ നാളെയോ കേസിൽ അന്തിമ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജൂലൈ അവസാനത്തോടു കൂടി തന്നെ നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾക്ക് ശേഷമുള്ള കൗൺസിലിംഗ് ആരംഭിക്കേണ്ടതുണ്ട്. ഏതായാലും പരീക്ഷ റദ്ദാക്കേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സുപ്രീം കോടതിയും NTA-യും. എന്നാൽ പരീക്ഷ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ അസന്നിഗ്ധമായി അവരുടെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ പരീക്ഷാ ക്രമക്കേടിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു പുനഃപരീക്ഷയ്ക്കുള്ള ഉത്തരവ് ഉണ്ടാകൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. രഞ്ജിത്ത്. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 1ാം ചരമവാർഷികത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിച്ച് 100 കണക്കിന് ആളുകൾ. രാവിലെ 6:30 പ്രാർത്ഥന ആരംഭിച്ചത് മുതൽ ജനങ്ങളുടെ ഒഴുക്കാണ് പുതുപ്പള്ളി പള്ളിയിലേക്ക്. ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ടോം കുര്യാക്കോസുണ്ട്. ടോം, രാവിലെ മുതൽ തന്നെ വലിയ ആളുകളുടെ ഒരു പ്രവാഹമാണ്. നമ്മൾ ഈ ഒരു വർഷം മുമ്പ് കണ്ട അതേ കാഴ്ചകൾ, അത്രത്തോളം ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നവർ, സ്മരിക്കുന്നവരൊക്കെ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന്? രഞ്ജിത്ത്, കഴിഞ്ഞ വർഷം ഇതേ സമയം ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ എന്തായിരുന്നോ ഈ പുതുപ്പള്ളി പള്ളിയിലെ ഈ ഓഡിറ്റോറിയത്തിലെ കാഴ്ച, സമാനമായ രീതിയിൽ നിരവധി ആളുകൾ, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് പ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയത്. അതായത് രാവിലെ 7 മണിക്കാണ് പുതുപ്പള്ളി പള്ളിയിലെ ഈ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ പോളിസ് കാർപ്പസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനന്മാർ ദിയസ്കോറസ് ഉൾപ്പെടെയുള്ള മെത്രാപ്പൊലിത്തമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷകൾ. അതിനുശേഷം രാവിലെ 8:30 ഈ കബറിടത്തിൽ, ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ, പുതുപ്പള്ളി പള്ളിയുടെ ഈ ഓഡിറ്റോറിയത്തിൽ
ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങ് നടന്നത്. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ അനുസ്മരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വിവിധ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് രാവിലെ മുതൽ ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഉമ്മൻചാണ്ടി മരിച്ച ശേഷം പിന്നീട് കണ്ടതാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നു വന്ന വഴികളിലുള്ള വൈകാരിക പ്രകടനങ്ങൾ. അദ്ദേഹത്തിന്റെ ഖബറടക്കിയ സ്ഥലത്ത് അതിനുശേഷം നിരവധി ആളുകൾ പ്രാർത്ഥനാവശ്യങ്ങളുമായി എത്തുന്നു. അതേപോലെ തന്നെ ഇന്ന് ദിവസവും നിരവധി ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്നേഹം പങ്കുവെച്ചു. ഏറെ വൈകാരികമായിട്ടുള്ള പല പ്രകടനങ്ങളും കണ്ടു. ഒരുപക്ഷെ ശരണ്യ സ്നേഹജൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഈ അനുസ്മരണ ചടങ്ങിലും അത്തരം വൈകാരികമായ ചില കാഴ്ചകൾ കണ്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഉച്ചരിച്ചപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെ ഉമ്മൻചാണ്ടി ഇന്നും ജനഹൃദയങ്ങളിലുണ്ട് എന്ന് ബോധ്യമാകുന്ന രീതിയിൽ ചില കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഈ അനുസ്മരണ ചടങ്ങിനെ എങ്ങനെയാണ് ശരണ്യ ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോമ, നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ നമുക്ക് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാണ്ട് മുമ്പ് നമ്മൾ കണ്ട കാഴ്ചകൾ അല്ലെ കേരളത്തെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ജനസമ്പർക്ക പരിപാടികളിലൊക്കെ ഉമ്മൻചാണ്ടി ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും അതിനേക്കാൾ ഏറ്റവും വലിയ ജനസമ്പർക്കമായിരുന്നു അവസാന യാത്ര അല്ലെ ഉമ്മൻചാണ്ടിയുടെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പുതുപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ. അതിന്റെ ഒരു തുടർച്ചയിൽ ഒരു വർഷമായിട്ടും അതിലൊരു മാറ്റം ആളുകളുടെ മനസ്സിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഓരോ കാഴ്ചകൾ കണ്ടപ്പോഴും മനസ്സിലായത്. ഗവർണറുടെ പ്രസംഗം വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യം വളരെ കൂടുതൽ ഭാഗം, സാധാരണ ഒരു വരിയൊക്കെ നമസ്കാരം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അത്തരത്തിൽ, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് കുറേ വരികൾ അദ്ദേഹം മലയാളത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാതൃകയാണ് ഉമ്മൻചാണ്ടി എന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന്റെ ഇടപെടലും. നമുക്കറിയാലോ, ഉമ്മൻചാണ്ടിയുടെ കാറ് ഞാൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കാറ് വരും. അപ്പം ആ കാറിന്റെ ഒരു സൈഡ് തുറക്കുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് ആള് പുറത്തേക്ക് പോകും. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു നോട്ടീസോ എന്തെങ്കിലും കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ ആ പരാതി കൊണ്ട് അദ്ദേഹത്തെ കാറ് കയറ്റി അടുത്ത സ്ഥലത്ത് കൊണ്ട് ഇറക്കും. അതുപോലെ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ട ഒരു വൈക്കം സ്വദേശി രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 3 ദിവസമായിട്ട് ഇവിടെ ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇങ്ങോട്ട് ഇപ്പൊ നിയന്ത്രണങ്ങളുണ്ടല്ലോ, ഇങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് കയറി വന്നത് കാണണമായിരുന്നു. അദ്ദേഹം നിരങ്ങിയാണ് ഇവിടേക്ക് എത്തിയത്. നമ്മളോട് സംസാരിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. വൈക്കത്തിന് 3 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള, അതായത് ബിനീഷ് കോടിയേരി വളരെ വ്യത്യസ്തമായ, ബിനീഷും പ്രതികരിച്ചത് വളരെ വൈകാരികമായാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറമാണ് വ്യക്തിബന്ധങ്ങൾ എന്ന് കഴിഞ്ഞ ഒരു തലമുറയെ ഓർമ്മിപ്പിച്ച് ഇപ്പോഴത്തെയും തലമുറയെ ഓർമ്മിപ്പിച്ച് അന്യം നിന്ന് പോകുന്ന ഒരു കൂട്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ബിനീഷ് പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. അതായത് ബിനീഷ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ കുടുംബത്തെ ഉമ്മൻചാണ്ടി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി കോടിയേരിയെ അറിയിച്ചത് തന്റെ കുടുംബത്തിന്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ബിനീഷിന് വേണ്ടി തങ്ങൾ ഒരു സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്ന നേതാക്കന്മാരുടെ ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങളെ പരോക്ഷമായി അവർ എടുത്തു പറയുകയാണ്. അന്യം നിന്ന് പോയി എന്നുള്ളതാണ് അത്തരം സൗഹൃദങ്ങളെ ബിനീഷ് പോലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ഓരോ ആളുകൾക്കും ഇവിടെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാൻ ഓരോ വാക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബി ഡി സതീശൻ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടും ആളുകൾക്ക് ആ വിയോഗം അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പ്രത്യേകിച്ച് പുതുപ്പള്ളിക്കാർക്ക് പറ്റുന്നില്ല. പുതുപ്പള്ളിക്ക് നമ്മൾ സാധാരണ ഇത്തരം ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തി അവരതിവൈകാരികമായാണ് പറയുന്നത്. നമുക്ക് അറിയാലോ, 12 ലക്ഷം പരാതികൾ ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്കത്തിലൂടെ പരിഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ചരിത്രം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും, ഏക മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അത്തരത്തിൽ ഒരു തിരിച്ചും ആ ഒരു അക്സെപ്റ്റൻസ് അല്ല അംഗീകാരം കിട്ടും എന്നുള്ള ഒരു കൃത്യമായ ഒരു ഉദാഹരണം ആണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ പരിപാടികളിലും അങ്ങനെ തന്നെയാണ്. ഗവർണർ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ എത്തിയ മുഖ്യ അതിഥികളെല്ലാം ഷിഹാബ് അലി തങ്ങൾ അടക്കമുള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെയും വ്യത്യസ്തമായ വാക്കുകളില്ല. ഒരു പ്രത്യേക രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ഇടപെടൽ, ജനങ്ങളുമായുള്ള ഒരു ബന്ധം. ആ ബന്ധത്തെ നേരത്തെ ഞാൻ പറഞ്ഞ സജികുമാർ എന്ന ഭിന്നശേഷിക്കാരൻ പറഞ്ഞതുപോലെ ആ പരുന്തിന് മേലെ പറക്കുന്ന ഒരു പരുന്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് വളരെ വൈകാരികമായി ചോദിച്ചത്. അത്തരത്തിൽ ഓരോ ആളുകളും ഇപ്പോ വിശിഷ്ട അതിഥികൾ എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിലിപ്പോഴും ജനസമ്പർക്കത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി പോയി ഒരു ആണ്ട് പിന്നിടുമ്പോഴും
ഉമ്മൻചാണ്ടി ഒന്നാമതായി നിൽക്കുന്നു എന്നുള്ളതാണ് ടോം വസ്തുത. തീർച്ചയായും. കാരണം അങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ആ സംസ്കാര ചടങ്ങിൽ, ആ വിലാപയാത്രയിൽ ഉൾപ്പെടെ അതിനുശേഷം കഴിഞ്ഞ ഈ ഒരു വർഷം എമ്പാടും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ചെറിയ സഹായം ചെയ്യാത്ത ആരും പുതുപ്പള്ളിയിൽ ഇല്ല എന്ന ശരി ടോം കുര്യാക്കോസും ഒപ്പം ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത നേതാവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് അവരുടെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ച നേതാവാണെന്നും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഗവർണർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ ഒന്നാം ഓർമ്മ ദിനം ആണ് ഇന്ന്. ആ പുണ്യ ആത്മാവിന്റെ പാവന സ്മരണക്ക് മുന്നിൽ എന്റെ സാദര പ്രണാമം. മറ്റൊരു വാർത്തയിലേക്ക്. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടറാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസിന്റെ ചെയർമാനായിരുന്നു. ആയുർവേദത്തിലും ഗവേഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. ഡോക്ടർ MS വല്യത്താൻ ലോകത്തിന്റെ ഹൃദയതാളത്തിന്റെ കാവലാൾ, കേരളത്തിന്റെയും മലയാളിയുടെയും അഭിമാനമായി വളർന്ന മഹാമലയാളി ഭിഷഗ്വരൻ. ലോകത്തിന് കേരളം സമ്മാനിച്ച അതുല്യ പ്രതിഭയായി അദ്ദേഹം വിടവാങ്ങുമ്പോൾ മഹാഭിഷഗ്വരൻ എന്നല്ലാതെ മറ്റൊരു വിശേഷണമില്ല. മാവേലിക്കരയിലെ സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിനു വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടി. വിദേശത്തേക്കുള്ള യാത്ര ഹൃദ്രോഗ ചികിത്സയിൽ ഉന്നത പഠനത്തിനും പരിശീലനത്തിനും വേണ്ടിയായിരുന്നു. ജോൺ ഹോപ്കിൻസ് അടക്കമുള്ള ലോക പ്രശസ്ത സ്ഥാപനങ്ങളിലെ പഠനവും പരിശീലനവും ഡോക്ടർ വല്യത്താനെ സമാനതകളില്ലാത്ത ഹൃദ്രോഗ വിദഗ്ധനാക്കി. പക്ഷേ വിദേശത്തല്ല തന്റെ സേവനം വേണ്ടതെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1972 സഹപാഠികളും സഹപ്രവർത്തകരും മണ്ടൻ തീരുമാനമെന്ന് പറഞ്ഞതെല്ലാം വകവയ്ക്കാതെ വല്യത്താൻ നാട്ടിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്തെ ശ്രീചിത്ര സെന്ററിനെ ലോകമറിയപ്പെടുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആക്കി വളർത്തി. 2 പതിറ്റാണ്ടോളമാണ് ഡോക്ടർ വല്യത്താൻ തന്റെ ജീവിതം ശ്രീചിത്രയ്ക്കായി സമർപ്പിച്ചത്. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ കൃത്രിമ ഹൃദയവാൽവുകൾ വികസിപ്പിച്ചത് ലക്ഷക്കണക്കിന് പേർക്ക് പുതുജീവൻ നൽകി. ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും ഒന്നിച്ചു പോകേണ്ടതാണെന്ന സന്ദേശവും ചിന്തയും ഡോക്ടർ വല്യത്താന്റേതാണ്. ആയുർവേദ ബയോളജി എന്ന ചിന്താധാരയായി ഇത് പിന്നീട് ലോകം അംഗീകരിച്ചു. ശ്രീചിത്രയിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു ഡോക്ടർ വല്യത്താന്റെ അടുത്ത തട്ടകം. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയായി തുടക്കമിട്ട അദ്ദേഹം ശിഷ്ടജീവിതം ചിലവഴിച്ചതും അവിടെയായിരുന്നു. വിടവാങ്ങുമ്പോൾ മലയാളിക്കും കേരളത്തിനും മാനവരാശിക്കും ജീവിതത്തിന്റെ കാവലാളെയാണ് നഷ്ടമാകുന്നത്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമ കേസിലെ പ്രതി, ഏറ്റുമാനൂർ സ്വദേശി ഷമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകി എന്ന കേസിലെ പ്രതി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ആരോപണം ഉന്നയിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ജയരാജനുമായുള്ള സ്വാധീനം ഷമി ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ഷമിയും ജമീലും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ ഹോട്ടലിലെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ എന്നെ ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. ഒരു KV ശശി, മൂന്നാർ KV ശശി എന്നെ വിളിച്ചിട്ട് നാട്ടിൽ വരണം, ഹോട്ടലിന്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വരും, അവിടെ ധർണയിരിക്കുന്നോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞായിരുന്നു. വീടിന്റെ അവിടെ ചാവക്കാട് എന്റെ വീടിന്റെ അവിടെ വന്ന് ധർണയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
വയനാട് നടക്കുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമെന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടി തോറ്റ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. സമ്മേളനത്തിൽ തനിക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്ന് ടി.എൻ. പ്രതാപൻ ഫോണിലൂടെ അറിയിച്ചു. പാർട്ടി പുറത്താക്കിയാലും കോൺഗ്രസിനെ ഉപേക്ഷിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. പറയുമ്പോൾ എന്നെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, ദീവാദാസ് വിളിച്ചിരുന്നു. പക്ഷേ ഇത് തൃശ്ശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞുപോയൊരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത്. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമെന്ന് കെ മുരളീധരൻ. കെ സുധാകരന് കണ്ണൂരും ചെന്നിത്തലയ്ക്ക് കോഴിക്കോടും നൽകിയത് നല്ല തീരുമാനമാണ്. ഓരോയിടത്തും നേതാക്കൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് നല്ല തീരുമാനമാണ്. ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിന് നോക്കാൻ പറഞ്ഞത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. കൂടോത്ര വിവാദത്തെ പരിഹസിച്ച് മുരളീധരൻ രംഗത്ത് വന്നു. തനിക്കെതിരെയും കൂടോത്രം വെച്ചിട്ടുണ്ടാകും. അത് പുറത്തുനിന്നുള്ളവരാവില്ല. ആർക്കെതിരെയാണോ കൂടോത്രം വെച്ചത് അവർക്ക് നല്ല കാലം വരുമെന്നാണ് അതിൽ വിശ്വസിക്കുന്നവർ പറയരുത്. എന്നാൽ തനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്നും ഈ നൂറ്റാണ്ടിൽ എന്ത് കൂടോത്ര വിവാദമെന്നും അദ്ദേഹം ചോദിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശക്തമായ തന്ത്രങ്ങൾ മെനയുകയാണ് വയനാട്ടിലെ കോൺക്ലേവിൽ കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടത്തിൽ പാർട്ടിക്ക് അമിത ആത്മവിശ്വാസം വേണ്ടെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കെ മുരളീധരനെതിരെ ടി.എൻ. പ്രതാപൻ നടത്തിയതായി പറയുന്ന വിമർശനവും യോഗം ചർച്ച ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അടക്കം സജീവമായി നേതൃത്വം ചർച്ച ചെയ്തത്. സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ നേട്ടത്തിൽ മതിമറന്നങ്ങ് ആഹ്ലാദിക്കേണ്ടതില്ലെന്നും അതേ ശൈലി ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വേണ്ടി പ്രത്യേക കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകണമെന്നുമാണ് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിലത്തെ ശൈലിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയതിന് പിന്നിൽ സംഘടനാ തലത്തിലുണ്ടായ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ വിലയിരുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ആ ശൈലിയിൽ മുമ്പോട്ട് പോയാൽ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാനാവില്ല. അതിന് ബൂത്ത് തലം മുതൽ പ്രത്യേക കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകണം. സംഘടനാ തലത്തിൽ അതിനനിവാര്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. നേതാക്കൾ ഇരുദിശയിൽ പോകാൻ പാടില്ല. ഒറ്റക്കെട്ടായി തന്നെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. അതോടൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മിഷൻ 2025 രൂപം നൽകിക്കൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ KPCC നേതൃത്വം നൽകുന്ന കർമ്മ പരിപാടികളും UDFന്റെ നേതൃത്വത്തിൽ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന പ്രത്യേക കർമ്മ പദ്ധതികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കും. അതിനിടയിലാണ് ടി.എൻ. പ്രതാപൻ തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ പ്രചരിച്ചത്. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ടി.എൻ. പ്രതാപൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതായത് ജയിക്കുമ്പോൾ മാത്രം അത് സ്ഥാനാർത്ഥിയുടെ മികവും തോൽക്കുമ്പോൾ അത് പാർട്ടിയുടെ കുറ്റവുമാണ് എന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ല എന്ന് ടി.എൻ. പ്രതാപൻ ക്യാമ്പിൽ അഭിപ്രായപ്പെട്ടു എന്ന് തന്നെയായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ. പക്ഷേ അത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് ടി.എൻ. പ്രതാപൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ക്യാമ്പിൽ നിന്ന് ഉയർന്ന ആശയങ്ങൾ അടിയന്തരമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് പ്രചാരണ വിഷയങ്ങളാക്കി തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോഴുള്ള നേതൃത്വം തന്നെ തുടരുമെന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിന്തൻ ശിബിർ അവസാനിച്ചിരിക്കുന്നത്. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6825, പവന് 54,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5700, പവന് 45,600. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. എൽദോ ചേരും. നമസ്കാരം. കൂടുതലും മരം വീണ് ഉണ്ടായ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വന്ന് പതിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കാറ്റിലും എല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. 2 വീടുകൾക്ക് പൂർണ്ണമായും നാശനഷ്ടം സംഭവിക്കുന്ന രീതിയിലേക്ക് വന്നു. മണ്ണിടിച്ചിൽ ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ രൂക്ഷമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള യാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം നദികളിലെ ജലനിരപ്പ് ഉയരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഭൂതത്താൻ അണക്കെട്ടും അതോടൊപ്പം തന്നെ ഇടമലയാർ ഡാമും എല്ലാം തന്നെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്ന സ്ഥിതിയിലായതുകൊണ്ട് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പെരിയാറിൻ്റെ കരകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു സ്ഥിതി എടുക്കുമ്പോൾ വലിയ രീതിയിലേക്ക് ഒരു ആശങ്കപ്പെടേണ്ട രീതിയിലേക്ക് കണക്കുകൾ മാറിയിട്ടില്ല എന്നതാണ്.